രാജ്യത്തെ നടുക്കിയ ഹംപി കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു കോടതി. ഹംപിയിൽ വിദേശ വനിതയടക്കം 2 സ്ത്രീകളാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. അതിക്രമത്തിനിടെ യുവതികൾക്കൊപ്പമുണ്ടായിരുന്ന ഒഡീഷ സ്വദേശിയായ ഒരു പുരുഷൻ കൊല്ലപ്പെട്ടിരുന്നു. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഹംപിയിൽ കഴിഞ്ഞ വർഷമാണ് ഇസ്രയേൽ വിനോദസഞ്ചാരിയും അവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയുടെ ഉടമയും അതിക്രൂര ബലാത്സംഗത്തിന് ഇരയായത്. വിനോദസഞ്ചാരികളുടെ സംഘത്തിലുണ്ടായിരുന്ന 3 പുരുഷന്മാരെ അടിച്ച് കനാലിലിട്ട ശേഷമാണ് 3 അംഗ സംഘം സ്ത്രീകളെ പീഡനത്തിന് ഇരയാക്കിയത്. അതിക്രമത്തിനിടയിൽ ഒഡീഷ സ്വദേശിയായ ഒരു യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ കേസിലാണ് പ്രതികളായ മല്ലേഷ്, സായി, ശരണപ്പ എന്നിവരെ ഗംഗാവതി സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. മാർച്ച് 6 നിഷ്ഠൂരമായ കൃത്യം നടന്നത്. തുംഗഭദ്രയിലെ കനാൽ തീരത്തെ റിസോർട്ടിൽ താമസിച്ചിരുന്ന വിനോദസഞ്ചാരികൾ രാത്രി കനാൽ തീരത്ത് വിശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ബൈക്കിലെത്തിയ അക്രമി സംഘം സഞ്ചാരികളോട് പെട്രോൾ ചോദിക്കുകയും 100 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വിനോദസഞ്ചാരികൾ പണം നൽകാൻ വിസമ്മതിച്ചതോടെ യുവതികൾക്കൊപ്പമുണ്ടായിരുന്ന 3 യുവാക്കളെ കനാലിലേക്ക് തള്ളിയിട്ട് 27-കാരിയായ ഇസ്രായേൽ സ്വദേശിയെയും ഹോം സ്റ്റേ ഉടമയായ 29-കാരിയെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു. കനാലിലേക്ക് തള്ളിയിട്ട 2 പുരുഷന്മാർ നീന്തി രക്ഷപ്പെട്ടു. അതേസമയം ഒഡീഷയിൽ നിന്നുള്ള വിനോദസഞ്ചാരി കനാലിൽ മുങ്ങി മരിച്ചു. 2 ദിവസത്തിന് ശേഷമാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മാസം 9 പ്രതികൾ കുറ്റക്കാരനാണെന്ന് ഗംഗാവതി കോടതി കണ്ടെത്തിയിരുന്നു. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പരമാവധി ശിക്ഷ നൽകുകയാണെന്നും ഗംഗാവതി കോടതിയുടെ വിധിയിൽ പറയുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.